ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഈ വരികളാണ് DC ബുക്സിന്റെ ഒരു വട്ടം കൂടി പാഠപുസ്തകങ്ങളെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത്. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ സിദ്ധാർത്ഥ്, BCom 3ാം വർഷ വിദ്യാർത്ഥിയാണ്. സ്ഥലം കൊല്ലം. ഒരു വട്ടം കൂടി എന്ന പുസ്തക സമാഹാരത്തെ പറ്റിയും അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാഠശകലത്തെ പറ്റിയുമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനുപെറ്റം മതൻ ഭാഷതൻ എന്ന് കവി വെള്ളത്തോൾ വാഴ്ത്തിപ്പാടിയ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ട് ദശാബ്ദം തികഞ്ഞിരിക്കുന്നു. സാക്ഷരതയിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്താണ് കേരളം. അതിന് കാരണമോ നമ്മുടെ മലയാള പാഠപുസ്തകം തന്നെ. നവംബർ 1, 1956 കേരള പിറവി തൊട്ട് ഇന്ന് 2024 വിദ്യാർത്ഥികൾക്കും മാതൃഭാഷയുടെ പഴമയും പാരമ്പര്യവും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ കേരള പാഠാവലി വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മാറുന്ന കാലത്തിനോടനുസരിച്ച് മാറുന്ന പുസ്തകങ്ങൾ വേറെ ഏതുണ്ട്? നമ്മുടെ 3 തലമുറ പഠിച്ചു വളർന്നതും ഈ പുസ്തകങ്ങൾ തന്നെ. എന്നാൽ വർഷങ്ങളുടെ കാലപ്പഴക്കത്തിൽ പഴയ പാഠാവലികൾ എങ്ങോ നഷ്ടമായി. ആ പഴയ പുസ്തകങ്ങളിലൂടെ കടന്നു പോകാൻ കൊതിച്ച് നമ്മുടെ അച്ഛനമ്മമാർക്കും മുത്തശ്ശന്മാർക്കും അവരുടെ ആ ഓർമ്മകൾ വീണ്ടും എടുക്കാൻ സഹായിച്ചതോ DC ബുക്സും. അന്ന് കേരള പിറവി തൊട്ട് ഇങ്ങ് 1990കളുടെ അവസാനം വരെയുള്ള എല്ലാ കേരള പാഠാവലിയും അവർ സമാഹരിച്ചു 3 വാല്യങ്ങളാക്കി പ്രസിദ്ധീകരിച്ചു. അതാണ് നമ്മുടെ ഒരു വട്ടം കൂടി എന്ന പാഠപുസ്തകങ്ങൾ. DC ബുക്സിന് എൻ്റെ പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ ഈ പഴമക്കാർ ഇത്ര വിദ്യാസമ്പന്നരായി എന്നത് ഒരു ചോദ്യചിഹ്നമായിരുന്നു പണ്ട്. അത് വ്യക്തമായി കാണിച്ചു തന്നു ഈ പുസ്തക സമാഹാരങ്ങൾ. ഒരു വട്ടം കൂടി എൻ്റെ പാഠപുസ്തകങ്ങൾ എനിക്ക് ഏറെ പ്രിയങ്കരമായി തോന്നിയത് സ്റ്റാൻഡേർഡ് 9 ഊർമിള എന്ന പാഠഭാഗമാണ്. ഊർമിള ശ്രീരാമ സഹോദരനായ ലക്ഷ്മണപ്രഭുവിൻ്റെ പ്രിയ പത്നിയായ ദേവി ഊർമിള. മിഥിലാപുരി ദേശം ശ്രീദേവി ലക്ഷ്മിയുടെ അവതാരമായ ദേവി സീതയുടെ ജന്മഭൂമി. കഥാരംഭം തന്നെ നമ്മൾ കാണുന്നത് മഹാനായ രാജഋഷി ജനകനെയും അദ്ദേഹത്തിൻ്റെ സഹോദരനായ കുശധ്വജനെയുമാണ്. അവിടെ ആരംഭിച്ച് ശ്രീദേവി സീതയുടെയും സഹോദരിമാരായ ഊർമിളയുടെയും മാധവിയുടെയും ശ്രുതികീർത്തിയുടെയും ജനനം, ശൈശവകാലം എല്ലാം കഥയിൽ വിവരിച്ചിട്ടുണ്ട്. തൻ്റെ 5ാം വയസ്സിൽ പഠനത്തിനായി പോയ സീതാദേവി 10 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ ഊർമിളാദേവി തൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് മുൻപേ കേട്ടു പഠിച്ചു എന്ന് വായിക്കുമ്പോൾ ദേവിയുടെ ബുദ്ധി സാമർഥ്യം തീർച്ചയായും തിരിച്ചറിയാവുന്നതാണ്. ഒരു ഞെട്ടിലെ 4 പുഷ്പങ്ങൾ എന്ന വർണ്ണനയിലൂടെ ദേവിയുടെ അളവുറ്റ സഹോദരി സ്നേഹത്തിന് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 20 ബലിഷ്ഠമായ സൈനികർക്ക് ഒരുമിച്ച് പോലും ഉയർത്താനാകാത്ത ശിവചാപം എടുത്തുയർത്തിയ സീതാദേവിയുടെ കയ്യിൽ നിന്ന് വിയർപ്പ് കൊണ്ട് ചാപം തെന്നിത്തുടങ്ങിയപ്പോൾ തൻ്റെ പുറം കൊണ്ട് താങ്ങി നിർത്തിയ ഊർമിളാദേവിയുടെ ശക്തി ഞാൻ വായിച്ചറിഞ്ഞു. തൻ്റെ പിതൃതുല്യനായ രാമനോടും മാതൃതുല്യയായ സീതയോടും കൂടി ലക്ഷ്മണൻ എന്ന തൻ്റെ പ്രാണനാഥൻ 14 കൊല്ലത്തെ വനവാസത്തിന് പോകാൻ ഒരുങ്ങുമ്പോഴും കൂടെ പോകണമെന്ന് തൻ്റെ മനസ്സിൽ ഒരു 100,000 ആവർത്തി തോന്നിയെങ്കിലും ലക്ഷ്മി ദേവിയായ സീതാദേവി തന്നെ അയോധ്യ വിട്ടു പോകുമ്പോൾ ആ ഐശ്വര്യം നഷ്ടപ്പെടാതിരിക്കാൻ താൻ അവിടെ നിൽക്കണമെന്ന ലക്ഷ്മണൻ ആവശ്യവും തൻ്റെ നാഥൻ ഏൽപ്പിച്ച കർത്തവ്യം നിറവേറ്റി. ഭരത ശത്രുഘ്നന്മാരുടെ ആസാന്നിധ്യത്തിലും കൗസല്യാപുരിയെ ഈ നീണ്ട
നീണ്ട 14 കൊല്ലം സംരക്ഷിക്കാനും ഊർമിളാദേവി തയ്യാറായി. തൻ്റെ പിതൃതുല്യനായ രാമനോടും മാതൃതുല്യയായ സീതയോടും കൂടി ലക്ഷ്മണൻ എന്ന തൻ്റെ പ്രാണനാഥൻ 14 കൊല്ലത്തെ വനവാസത്തിന് പോകാൻ ഒരുങ്ങുമ്പോഴും കൂടെ പോകണമെന്ന് മനസ്സിൽ 1000 ആവർത്തി തോന്നിയെങ്കിലും ദേവി അത് പുറത്തു പറഞ്ഞില്ല. കാരണമോ ലക്ഷ്മണദേവന്റെ ആ ദയനീയ നോട്ടം. ആ ഒരു നോട്ടത്തിൽ കൂടി ലക്ഷ്മണദേവൻ എല്ലാം വിവരിച്ചു. ലക്ഷ്മി ദേവിയായ സീതാദേവിയാണ് അയോധ്യ വിട്ടു പോകുന്നത്. ആ ഐശ്വര്യം നഷ്ടപ്പെടാതിരിക്കാൻ നീ ഇവിടെ കാണണം. ഭരത ശത്രുക്കന്മാരുടെ അസാന്നിധ്യത്തിൽ കൗസല്യപുരിയെ 14 കൊല്ലം സംരക്ഷിക്കാമെന്ന് ദേവി ശ്രീ ലക്ഷ്മണനും ആ നോട്ടത്തിൽ കൂടി തന്നെ വാക്കുകൊടുക്കുകയും ചെയ്തു. പോകുന്നതിന് മുൻപേ ശ്രീരാമനോട് ദേവിക്ക് ഒരേ ഒരു അഭ്യർത്ഥന മാത്രമേ ഉണ്ടായിരുന്നു. ഭഗവാനെ, എൻ്റെ ജ്യേഷ്ഠ ശ്രീരാമ, എൻ്റെ പ്രാണനാഥൻ എത്ര ദൂരത്തായാലും സർവം എൻ്റെ മനസ്സിൽ തന്നെ കാണണമേ, എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം അധിവസിക്കണേ എന്ന ഒരേ ഒരു പ്രാർത്ഥന. എല്ലാം ത്യജിച്ച് സീതാദേവി രാമനോടുകൂടി കർമ്മ ലക്ഷ്യം പൂർത്തീകരിക്കാനായി പോയപ്പോഴും തൻ്റെ പതിയായ രാമൻ്റെ കൂടെയായിരുന്നു. എന്നാൽ വിരഹിണി ദുഃഖം സഹിച്ചതും അവിടെ ദേവി ഊർമിള തന്നെ. നിദ്രാദേവതയോട് പ്രാർത്ഥിച്ച് തിരിച്ച് അയോധ്യാപുരിയിൽ എത്തുന്നത് വരെ എനിക്ക് നിദ്ര വരരുത്, എൻ്റെ ജ്യേഷ്ഠനും എനിക്ക് ദിനരാത്രമന്യേ കാവൽ ആയിരിക്കണമെന്നു ലക്ഷ്മണന്റെ ആഗ്രഹം സബലീകരിക്കാൻ സഹായിച്ചതും ദേവി ഊർമിള തന്നെയായിരുന്നു. തൻ്റെ പ്രാണനാഥന്റെ ഉറക്കം കൂടി, അതും 14 വർഷത്തെ ഉറക്കം കൂടി ദേവി ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. രാവണപുത്രനായ മേഘനാഥനെ വധിക്കാൻ നീണ്ട കാലം ഉറങ്ങാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുള്ളായിരുന്നു. അത് നേടാനും ആ നീചനായ അസുരനെ വധിക്കാനും ശ്രീ ലക്ഷ്മണനെ സഹായിച്ചത് ദേവി ഊർമിള തന്നെയായിരുന്നു. സർവം സഹിക്കുന്നവളും എല്ലാം ക്ഷമിക്കുന്നവളുമായ സ്ത്രീയുടെ മാതൃസ്വരൂപമാണ് നമ്മൾ ഊർമിള ദേവിയിലൂടെ കാണുന്നത്. പതിവ്രതയായ സ്ത്രീയുടെ ഉത്തമ ഉദാഹരണമാണ് ദേവി ഊർമിള.